ഈ 10 വർഷം കൊണ്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സർക്കാരും നമ്മുടെ കേരളത്തിനകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാനും പോണില്ല. അല്ല, ഭരണം കൊള്ളാം. ഭരണം വലിയ കുഴപ്പമില്ലാത്ത ഭരണമായിരുന്നു. ആര് ഭരിച്ചാലും ഭരണം നന്നായിരിക്കണം. നമ്മളെ പോലുള്ള പാവങ്ങളെ രക്ഷപ്പെടുത്തി തരണം. അതാണ് നമ്മളെ മാറ്റി താമസങ്ങളുണ്ട്. ഓരോ കാരണത്തിന് ചെന്നപ്പോൾ താമസങ്ങളുണ്ട്. ഉണ്ട്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു 2 പാർട്ടികൾ ഭരിച്ച് ഒരു നേട്ടം ഉണ്ടാ, ഒരു നേട്ടവും ഇല്ല. നിങ്ങൾക്ക് പറയാം, ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തരാണോ? എന്താണ് നാളെ മറ്റന്നാൾ ഫലം വരുന്നിടത്ത് ഇന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭരണം മാറുകയാണെങ്കിൽ അപ്പോഴും ഞങ്ങൾ പറയാനുള്ള കൂടെ നിങ്ങൾ കേൾക്കണം. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റമേ ആഗ്രഹിക്കുന്നുള്ളൂ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്രമുറങ്ങുന്ന ആറ്റിങ്ങലിന്റെ മണ്ണിലാണ്. അധികാരമുറപ്പിക്കുവാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആറ്റിങ്ങലിന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ആറ്റിങ്ങലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലാകാലങ്ങളായി CPM-ന്റെ സിറ്റിംഗ് മണ്ഡലമാണ് ആറ്റിങ്ങല്. അതൊരു വലിയ ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമുക്കറിയാം കോൺഗ്രസിനെ പിന്തള്ളിക്കൊണ്ട് വി മുരളീധരൻ, BJP-യുടെ പ്രതിനിധിയായിരുന്ന വി മുരളീധരൻ 2ാം സ്ഥാനത്ത് എത്തി നിന്നതും BJP പ്രവർത്തകരെ സംബന്ധിച്ചോളം അവർക്കും വലിയൊരു സന്തോഷവും അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രചോദനവുമുള്ള കാര്യമാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നമ്മുടെ RSP സ്ഥാനാർത്ഥി സന്തോഷ് പത്രനായിരുന്നു. അദ്ദേഹത്തിനും വലിയ പ്രതീക്ഷയും അദ്ദേഹത്തിന്റെ മുന്നണികൾക്കും വലിയ പ്രതീക്ഷകളാണ് ആറ്റിങ്ങലിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയാം ആറ്റിങ്ങലിന്റെ 3 സ്ഥാനാർത്ഥികളും ആറ്റിങ്ങലിന്റെ ഓരോ സ്പന്ദനം അറിയാവുന്ന പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമായിരുന്നു. സിറ്റിംഗ് MLA OS അംബിക ആയാലും, അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് PV സുധീർ ആയാലും സന്തോഷ് ഭദ്രനായാലും 3 പേരും ആറ്റിങ്ങിന്റെ ഓരോ സ്പന്ദനങ്ങൾ അറിയാവുന്ന സ്ഥാനാർത്ഥികളായിരുന്നു. എന്തായാലും ആറ്റിങ്ങിൽ സംഭവിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആറ്റിങ്ങയുടെ മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഇവിടുത്തെ പ്രിയപ്പെട്ട വോട്ടർമാരോട് തന്നെ ചോദിച്ചു നോക്കാം. നമുക്ക് റിസൾട്ട് 2 ദിവസത്തിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആറ്റിങ്ങൽ ആര് ജയിക്കുമെന്ന് പറയുന്നത്? ആറ്റിങ്ങൽ OS അംബിക. അധികാരം, കേരളത്തിന്റെ ഭരണം ആർക്കായിരിക്കും? LDF-ന്. പിണറായി സർക്കാർ തന്നെ ഇനി വീണ്ടും വരും. ജനങ്ങൾക്ക് വേണ്ടി, നാട്ടിന് വേണ്ടി ഇത്രയും നല്ല, ഈ 10 വർഷം കൊണ്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സർക്കാരും നമ്മുടെ കേരളത്തിനകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാനും പോണില്ല. നമുക്കറിയാലോ, നമ്മൾ അല്ലേ ആരൊക്കെ ഭരിച്ചിരുന്നാലും LDF സർക്കാർ, പിണറായി സർക്കാർ പോലെ ഒരു സർക്കാരും കേരളത്തിനകത്ത് വരില്ല. ഇന്ത്യയുടെ കാര്യം നമുക്കറിയില്ല. കേരളത്തിൽ LDF അല്ലാതെ വേറെ ഒരാളിനും കേരളം ഭരിക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ വസ്തുത. കംപ്ലീറ്റ് പറഞ്ഞാൽ UDF ഭരിക്കുന്നത്. ഇനിയിപ്പോ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ 4-ാം തീയതി കഴിയുമ്പോൾ അറിയാമല്ലോ, മറ്റൊന്ന് അറിയാമല്ലോ. അധികാരം കേരളത്തിന്റെ ഭരണം ആർക്കാണെന്ന് പറയാം. UDF എന്നാണ് പറയുന്നത്. UDF ആയിരിക്കും മിക്കവാറും വരുന്നത്. ആറ്റിങ്ങലിന്റെ MLA ശ്രീമതി OS അംബികയുടെ കഴിഞ്ഞ വർഷത്തെ സപ്പോർട്ട് ഭരണകാര്യങ്ങൾ എങ്ങനെയായിരുന്നു? വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു ആവറേജ് പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നും എടുത്ത് പറയാനൊന്നും പറ്റില്ല. ആറ്റിങ്ങൽ ആരാണ് സപ്പോർട്ട്? ആരെങ്കിലും? ആറ്റിങ്ങൽ LDF-നാണ്. ആറ്റിങ്ങൽ LDF, ചെറിയ LDF. ബാക്കിയുള്ളതെന്ന് അറിയാൻ വയ്യ. കേരളം ഇത്തവണ LDF തന്നെ ഭരിക്കും. മാറ്റമില്ല. ആറ്റിങ്ങൽ സിറ്റിംഗ് മണ്ഡലം ആയതുകൊണ്ടാണോ തിരിച്ച് അല്ല, ഭരണം കൊള്ളാം. ഭരണം വലിയ കുഴപ്പമില്ലാത്ത ഭരണമായിരുന്നു. ആറ്റിങ്ങൽ ടൗൺ ഹാളും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കൂടെ ഒത്തുകൂടെ ഒന്ന് പുനരുദ്ധരിച്ചിരുന്നെങ്കിൽ ഇതുകൂടെ കൊള്ളാമായിരുന്നു. ടൗൺ ഹാളിന്റെ പണി പൂർത്തീകരിച്ചെങ്കിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി LDF ജയിക്കുമായിരുന്നു. ഓട്ടോ തൊഴിലാളി മേഖല എന്താണ് സപ്പോർട്ട് കിട്ടുന്നത്? ഓട്ടോ തൊഴിലാളി മേഖല നമ്മളുടെ CIT-യിൽ 10-25 തൊഴിലാളികൾ നമ്മുടെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ ഉണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. LDF-ന് അനുകൂലമുള്ളവരാണ്. കൊള്ളാം, കാര്യങ്ങളൊക്കെ കൊള്ളാം. ണല്ലോ എന്തെല്ലാം നേട്ടങ്ങൾ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ഇതുവരയ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ആറ്റിങ്ങിനെ സംബന്ധിച്ച് ആറ്റിങ്ങിന്റെ ഭരണ ഈ ഒരു സ്റ്റാൻഡ് ഒന്ന് പുതുക്കി പണിയാൽ ഏറ്റവും വലുതായിരുന്നു, നന്നായിരിക്കും. അതായത് ഇത്രയും വലിയ ബ്ലോക്ക് ഒന്ന് മാറി തന്നാൽ ഏറ്റവും നല്ലതായിരിക്കും. അതല്ലാതെ LDF വന്നിട്ട് വരെ നമുക്ക് വലിയ നഷ്ടം. ഒരുപാട് പരാമർശങ്ങൾ ഉയർന്നു വന്നതാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിനെ കുറിച്ച്. കാലാകാലങ്ങളായി ബസ് സ്റ്റാൻഡ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന ഒരു അവസ്ഥയിലാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്. എല്ലാവർക്കും അറിയാതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഉറപ്പായിട്ടും അത് കാര്യങ്ങൾ ഇപ്പോൾ ഇടയ്ക്ക് തന്നെ ഫേസ്ബുക്കും വാട്സപ്പും വഴി ഒരുപാട് പേർക്ക് പോകുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇടയ്ക്ക് മാമത്ത് വരുന്നുണ്ടെന്ന്, ഇപ്പോൾ സ്റ്റാൻഡ് മാമത്ത് വരുന്നുണ്ട്, അങ്ങനെ പുതിയ പണിയുന്നുണ്ട് എന്ന് UDF സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതെ, നമുക്കും ബുദ്ധിമുട്ടില്ലാതെ, എല്ലാവർക്കും ഒരു അങ്ങനെ കാര്യം പറയാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. ഭരണത്തിൽ നിങ്ങൾ തൃപ്തരാണോ അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് പറയാനുള്ളത്?
നമ്മൾ നാളെ അറിയാമല്ലോ, ഇനിയിപ്പോ നമ്മൾ എന്തോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രായോഗികമായ ബുദ്ധിമുട്ട് നിങ്ങളെ കച്ചവടം അങ്ങനെ സംഭവിക്കാം. നമ്മളെ കച്ചവടം, നമുക്ക് കച്ചവടമൊക്കെ വളരെ മോശമാണ്. പിന്നെ നമ്മളെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു, നടക്കുമെന്നുള്ള നമ്മളെ ആഹാരത്തിന് വേണ്ടി ഉള്ള വഴിക്ക് നമ്മളിവിടെ വന്നിരിക്കുന്നു. ഭരിക്കുന്നതിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ആര് ഭരിച്ചാലും ഭരണം നന്നായിരിക്കണം, നമ്മളെ പോലുള്ള പാവങ്ങളെ രക്ഷപ്പെടുത്തി തരണം. അതാണ് നമ്മളെ ഇന്നത്തെ ഭരണം എന്ന് പറയുന്നത്. ഏത് സമയത്തായിരുന്നാലും ഭരിക്കുന്നവരെന്ന് പറയുന്നത് പാവങ്ങൾ ചെല്ലുന്ന വഴിക്കൊന്നുമില്ല, പണക്കാരന് വഴിയുണ്ട്. അവർ ചെല്ലുന്ന വഴിക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നേടുന്നുമുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമുക്കെല്ലാം പിറയിലോട്ടാണ്. നമ്മൾ അങ്ങോട്ട് നീങ്ങി നിൽക്കണം, അവർക്ക് മുന്നോട്ട് സ്ഥാനമുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം നേടും. നമുക്ക് അതിൽ പ്രയാസമുണ്ട്. നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ നമുക്ക് നേടിക്കിട്ടണം, നമ്മളെ അവർ രക്ഷപ്പെടുത്തണം. നമ്മളെ കുടുംബങ്ങളും രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങുന്നത്. അങ്ങനെ മാറ്റി താമസങ്ങളുണ്ട്. ഓരോ കാരണത്തിന് ചെന്നപ്പോൾ താമസങ്ങളുണ്ട്. ഉണ്ട്. അങ്ങനെ അതെല്ലാം മാറി കിട്ടണം. അപ്പം പാവങ്ങളും കൂടെ രക്ഷപ്പെട്ടു വരണം എന്നുള്ള ചിന്ത ഭരിക്കുന്നവർ വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മളെ നോട്ടം. നമ്മൾ ഇന്ന് ഇറങ്ങി വരുന്നു. ഇത് കച്ചവടം നടന്നെങ്കിലേ നമ്മളെ ആഹാരത്തിന് വഴിയുള്ളൂ. നമുക്ക് വേറെ വരുമാനം ഇല്ല, നമ്മളെ കുടുംബത്തിൽ വേറെ വരുമാനം ഇല്ല. ആ രീതിയിൽ കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളിതിന് ഇറങ്ങി തിരിച്ചത്. നമ്മളെ വയസ്സാം കാലത്ത് നമ്മൾ 64 വയസ്സ് കഴിഞ്ഞു. ആ വയസ്സാം കാലത്ത് ഇങ്ങനെ ഇറങ്ങി തിരിച്ചെന്ന് പറയുന്നത് നമ്മളെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. ഇത്രേ പറയാനുള്ളൂ. എന്താണ് ആറ്റിങ്ങലിനെ കുറിച്ച്, ആറ്റിങ്ങലിന്റെ വരാൻ പോകുന്ന മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് ആറ്റിങ്ങലിന്റെ റിസൾട്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ കേരളത്തെ ഉറ്റുനോക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് ആറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്? ആറ്റിങ്ങിനെ കുറിച്ച് ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് വെച്ചാൽ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ നഗരസഭയായാലും ആറ്റിങ്ങൽ ടൗൺ ആയാലും ഏറ്റവും നല്ലൊരു വികസനമുള്ള ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ. ഈ ഒരുപാട് നാളുകളായി ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരിക്കുകയാണ്. വർഷങ്ങളായി ഇത് നിലമ്പത്തുന്ന ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? ബസ് സ്റ്റാൻഡിനെ കുറിച്ച് വേറെ പരാതിയായിട്ട് പറയാമില്ല. പിന്നെ ബസ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തെ കുറിച്ച് ആറ്റിങ്ങൽ കെട്ടിടം പഴയതാണെന്നുള്ളതേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പഴയ കെട്ടിടമാണ്, അത്രയുള്ള കുഴപ്പമേ ഉള്ളൂ. 3 സ്ഥാനാർത്ഥികളും ആറ്റിങ്ങലിന്റെ ഒരു സ്പന്ദനം അറിയാവുന്ന ആറ്റിങ്ങലിന്റെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ അടുത്ത ആൾക്കാരാണ്. എന്താ അതിന് ഭരണം, ആറ്റിങ്ങലിന്റെ ഭരണം ആർക്ക് കിട്ടും? അതിനെപ്പറ്റി എനിക്കറിയാൻ വയ്യ. 3 പേരും വരണമെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും 3 പേരും വരില്ലല്ലോ. വരൂല, ഒരാളെ വരുള്ളൂ. ഓക്കെ ജനങ്ങളെ സപ്പോർട്ട് ഇതിനെ മനസ്സിലാക്കി വരണം. അത് ആരായിരിക്കണം? ആര് വരണം വെച്ചാൽ ഇപ്പൊ വേറെ ആര് വരണം എന്ന് പറഞ്ഞാൽ നടക്കും, അത് പറ്റൂല. വോട്ട് ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ അവര് സംബന്ധിച്ചെന്താണ് പറയാനുള്ളത്? ഇതിനെ സംബന്ധിച്ചപ്പോ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ ഒക്കില്ല. ഇരിക്കുന്ന ഭരണമൊക്കെ മോശമാണ്. ഈ ഒരു ഭരണം മാറ്റം വരണം. അല്ല, ഇന്നായിരുന്നില്ല. അത് കേരളത്തിലാണോ അതേ കേരളത്തിൽ തന്നെ മാറണം. കേരളത്തിലാണല്ലോ നല്ലൊരു ഭരണം കാഴ്ച വേണം. മാറ്റമുള്ളവർ ആരെങ്കിലും അവർ വരണം. ഒരു ഭരണം മാറ്റം വേണം. നമുക്കിപ്പോൾ ആരും എന്നാലും നമ്മൾ ഈ വെയിലത്ത് കഷ്ടപ്പെട്ടേ അല്ല, അവരെ നമുക്ക് സഹായം ചെയ്യില്ല. ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? അതുണ്ട്, അതുണ്ട്, ഉറപ്പാണ്. നിങ്ങളെ ദിവസം കൂലി ജോലി ചെയ്യുന്ന ആൾക്കാർ എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നേട്ടം? ഒന്നുമില്ല. ഉള്ള പെൻഷൻ വരെ കട്ട് ചെയ്ത്. എന്താണ് കാര്യം? അത് തന്നില്ല. നമുക്ക് മറ്റേ പ്രവാസി പെൻഷൻ ഉള്ളതല്ലോ, അത് കട്ട് ചെയ്ത്. പ്രവാസി നോർത്തിലെല്ലാം കട്ട് ചെയ്തു. അതുണ്ട്. മറ്റേ പെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്, അത് കട്ട് ചെയ്ത്. അത് പാർട്ടിപരമായിട്ട് പറഞ്ഞാണ്. പിന്നെ അവരെന്ത് ഭരണം മാറ്റം അത്യാവശ്യമാണ്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു 2 പാർട്ടികൾ ഭരിച്ച് ഒരു നേട്ടം ഉണ്ടാ, ഒരു നേട്ടവും ഇല്ല. ഇത്രയും പറയാനില്ല. സാധാരണക്കാര് ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാൻ? ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തരാണോ? എന്താണ് പറയാനുള്ളത്? അല്ല, നിങ്ങൾ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറയണ്ടേ? ഞാൻ അങ്ങ് പോകാതിരിക്കണം. ഞാൻ എന്തിനു മറ്റുള്ള ആളുകളെ വിരോധം കൂടെ വാങ്ങിച്ചിട്ട് പോകണം. ആരോ ജയിക്കട്ടെ, ആര് ജയിച്ചാലും നമുക്ക് എല്ലാം കണക്ക് ആറ്റിങ്ങല് വളരെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. അധികാരത്തിൽ ആര് വരണമെന്നാണ്? അതേ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? നിലവിലുള്ള ഭരണം തന്നെയാണോ? എന്താണ് പറയുന്നത്? അത് ആരായാലും നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല ഇവിടെ. വ്യാപാരി വ്യവസായം സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് ആനുകൂല്യങ്ങൾ, നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല ഇതാണ്, ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല. സന്തോഷം തന്നെയാണ്. ചേച്ചി രാവിലെ മുതൽ ലോട്ടറി വിറ്റാണ് ചേച്ചിയുടെ വീട് അല്ലെങ്കിൽ ചേച്ചിയുടെ കാര്യങ്ങൾ നടത്തുന്നത്. ലോട്ടറി സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഭരണകർത്താക്കളോട് പറയാനുണ്ട്. എന്തൊക്കെയാണ് പറയാനുള്ളത്?
ഈ ലോട്ടറി ടിക്കറ്റിൽ പ്രൈസ് ഇല്ലാത്ത ലോട്ടറി ടിക്കറ്റ് വിറ്റ് ആളുകളെ പ്രാക്കും തെറിവിളിയും കേട്ട് നേരം എടുത്ത് എത്ര വർഷം 10 വർഷം കൊണ്ട് നിൽക്കണം. ഇതുവരെ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. പിന്നെ ഇനി വരുന്നവരെന്ത് ചെയ്യുമെന്നും അറിയാൻ പറ്റൂല. ഈ സമ്മാനത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പറയാനുണ്ട്. അത് ഈ ഭരണം മാറുമെന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് നിങ്ങളിത് കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് പറയാൻ പറ്റും. പിന്നെ ഇപ്പം ഈ മറ്റന്നാൾ ഫലം വരുന്നിടത്ത് ഇന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭരണം മാറുകയാണെങ്കിൽ അപ്പോഴും ഞങ്ങൾ പറയാനുള്ളതും കൂടെ നിങ്ങൾ കേൾക്കണം. അപ്പോഴും നിങ്ങൾ പറയാം. വരണം. അപ്പോഴും ഞങ്ങൾക്ക് ഈ ലോട്ടറിയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇതിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ ഈ ലോട്ടറി കച്ചവടക്കാരെ ഞങ്ങൾക്ക് പറയാനുണ്ട്. വ്യക്തിപരമായിട്ട് പറയാനുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം. എനിക്കിപ്പോൾ ഇതേ പറയാനുള്ളൂ. കാരണം ഗ്യാസിന് വില കൂടി. ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റൂല. ഇനി ഗ്യാസിന് വില കൂടി. ഹോട്ടലുകാരൊക്കെ ഇനി 20 രൂപ ഒരു ചായ കൊടുക്കൂല. പാലിന് വില കൂട്ടി. ഞങ്ങൾ ഇവിടെ പോയി വെള്ളം കുടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഭരണം മാറുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ഈ TV അല്ല മയക്കും ക്യാമറയും കൊണ്ടുവരും. അന്ന് ഞങ്ങൾ പറയും. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റമേ ആഗ്രഹിക്കുന്നുള്ളൂ. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും ജയിക്കണം. പക്ഷെ മാറ്റം ആവശ്യമാണ്. നിങ്ങൾ ഇന്ന് ഇത് കൊണ്ടുപോയിട്ട് അപ്പോഴും നിങ്ങൾ കൊണ്ടുവരും. അപ്പോഴും ഞങ്ങൾ പറയാം. വീണും വീഴ്ത്തിയും ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ ആറ്റിങ്ങലിന്റെ മണ്ണ്. ആറ്റിങ്ങലിന്റെ കാറ്റ് ഗതി മാറ്റിയടിക്കുമോ? ക്യാമറാമാൻ അഭിഷേക് ആറ്റിങ്ങലിനോടൊപ്പം റിപ്പോർട്ടർ ഉദയൻ കലാനികേതൻ ന്യൂസ് ഡെസ്ക് ആറ്റിങ്ങൽ.